ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വാക്കിനെക്സ്. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് HRK. സോ ഇന്ന് നമ്മൾ സൗണ്ട് വേവ്സിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് വേവ്സിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? രണ്ട് വേവുകളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, ട്രാൻസ്വേഴ്സ് വേവും അതുപോലെ തന്നെ ലോങ്ങിറ്റ്യൂണൽ വേവും. അപ്പോൾ ഈ രണ്ട് വേവുകളെ നമ്മൾ ഇന്ന് എന്ത് ചെയ്യാണ്? സിമുലേഷൻസിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ മുകളിൽ കാണുന്നതാണ് ലോങ്ങിറ്റ്യൂണൽ വേവ്, ഈ താഴെ കാണുന്നതാണ് ട്രാൻസ്വേഴ്സ് വേവ്. ഓക്കെ, അപ്പൊ ലോങ്ങിറ്റ്യൂണൽ വേവിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇവിടെ നോക്കിയേ, പാർട്ടിക്കിൾ എന്ത് ചെയ്യാണ്? പാർട്ടിക്കിള് വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, അതിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസിലേക്ക് നോക്കിയാലോ, വേവ് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, പാർട്ടിക്കിള് ഇങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ രണ്ട് വേവിനെയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണ് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ വേവ് ലെങ്ത് എന്താണ്, ഫ്രീക്വൻസി എന്താണ്, ഇതൊക്കെ മാറ്റുന്ന സമയത്ത് വേവിന് എന്ത് മാറ്റങ്ങളാണ് വരിക എന്നുള്ളത് സിമുലേഷനിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നോക്കല്ലേ മക്കളെ? സോ ആദ്യത്തെ വേവ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ട്രാൻസ്വേഴ്സ് വേവാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് വേവ് ഒന്നും കാണുന്നില്ല അല്ലെ? അപ്പൊ അതിന് കാരണം എന്താ? നമ്മുടെ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നില്ല? ഓസിലേറ്റ് ചെയ്യുന്നില്ല. പാർട്ടിക്കിളിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0 ആണ്, അതായത് മീൻ പൊസിഷനിലാണ് ഇപ്പൊ പാർട്ടിക്കിൾ നിൽക്കുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്? ആംപ്ലിറ്റ്യൂഡും എല്ലാം ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം. അപ്പൊ നോക്കിയേ, മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്കും താഴത്തേക്കും ഇങ്ങനെ നീങ്ങുന്നുണ്ട് അല്ലെ? മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾ മുകളിലേക്കും താഴത്തേക്കും നീങ്ങുന്നുണ്ട്. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്കിളിനെ മാത്രം നോക്കുക കേട്ടോ മക്കളെ. ഇപ്പൊ ഈ നീല നോക്കിക്കോ, ഈ നീല പാർട്ടിക്കിൾ നോക്കിയേ, മുകളിലേക്കും താഴത്തേക്കും മാത്രമാണ് മൂവ് ചെയ്യുന്നത് അല്ലെ? മുകളിലേക്കും താഴത്തേക്കും മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ഇങ്ങനെയാ അല്ലെ? പാർട്ടിക്കിള് മുകളിലേക്കും താഴത്തേക്കുമാണ് പോകുന്നത്, വേവ് ഈ ഡയറക്ഷനിലാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അതായിരുന്നു നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ച് ആദ്യം പഠിച്ചത്. അതായത് പാർട്ടിക്കിൾ എന്ത് ചെയ്യും? മുകളിലേക്കും താഴത്തേക്കും, അതായത് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന്, ഏത് ഡയറക്ഷനിലാണോ വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, ഡയറക്ഷനിലാണോ വേവ് മൂവ് ചെയ്യുന്നത്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിള് ഓസിലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഈ മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? പാർട്ടിക്കിളിന്റെ മീൻ പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ ഞാൻ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, മീൻ പൊസിഷനിൽ നിന്ന് പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ എക്സ്ട്രീം പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ആംപ്ലിറ്റ്യൂഡ് മാറ്റുന്ന സമയത്ത് ട്രാൻസ്വേഴ്സ് വേവിൽ എന്ത് മാറ്റാണ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ കണ്ടല്ലോ അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ആംപ്ലിറ്റ്യൂഡ് ഞാൻ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. അപ്പൊ നോക്കിയേ, പാർട്ടിക്കിള് ഇതാണ് അതിന്റെ മീൻ പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്തു? കൂടുതൽ ദൂരേക്ക് അത് ഓസിലേറ്റ് ചെയ്യാൻ തുടങ്ങി. അതിന്റെ എക്സ്ട്രീം പൊസിഷൻ എന്തായി? കൂടി വന്നു. ഓക്കെ, ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു സെക്കൻഡില് എത്ര വേവ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി അല്ലെ? സോ ഇവിടെ നോക്കിയേ, ഫ്രീക്വൻസി കൂട്ടുന്ന സമയത്ത് നമുക്കറിയാം, കണ്ടോ? ഫ്രീക്വൻസി കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിച്ചു? നമ്പർ ഓഫ് ഓസിലേഷൻസ് അതിനനുസരിച്ച് കൂടി വന്നു. ഓക്കെ, ദെൻ ഡാമ്പിങ്ങും ടെൻഷനും ഒന്നും ഇപ്പൊ തൽക്കാലം നമ്മൾ ആസ് ഓഫ് ക്ലാസ് 10 എന്ത് ചെയ്യുന്നില്ല, പഠിക്കുന്നില്ല. നിങ്ങൾ വലിയ ക്ലാസ്സുകളിൽ ഡാംപ്ഡ് ഓസിലേഷൻസിനെ കുറിച്ചൊക്കെ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം ഈ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയാണ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് എന്താണ് മാറ്റം വരുന്നത്, അതുപോലെ തന്നെ ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് എന്താണ് മാറ്റം വരുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ലോങ്ങിറ്റ്യൂണൽ വേവാ. അപ്പൊ ലോങ്ങിറ്റ്യൂണൽ വേവിലേക്ക് നോക്കിയേ, ഇപ്പൊ ലെറ്റ്സ് സേ ഇവിടെ ഈ ലൈനുകളാണ് ഓരോ പാർട്ടിക്കിൾ എന്ന് കരുതാം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ റെഡ് ലൈനിനെ മാത്രം കൺസിഡർ ചെയ്യാണ്. അപ്പൊ ഈ റെഡ് ലൈൻ നോക്കിയേ, റെഡ് ലൈൻ ഒരു മീൻ പൊസിഷനിൽ നിന്ന് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. വേവ് എങ്ങനെയാ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? ഈ ഒരു ഡയറക്ഷനിലാണ് വേവ് പോകുന്നത് അല്ലെ? വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ഏതാണ്? ഇതാണ്. വേവ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. പാർട്ടിക്കിൾ വൈബ്രേറ്റ് ചെയ്യുന്നതോ അതിന് പാരലൽ ആയിട്ടാണ് അല്ലെ? ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാർട്ടിക്കിള് വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നോക്കിയേ, ഈ റെഡ് പാർട്ടിക്കിൾ വേവിനനുസരിച്ച് അങ്ങോട്ട് നീങ്ങി പോകുന്നുണ്ടോ? ഇല്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഇങ്ങനെ ലൈനുകൾ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ നീങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നുമെങ്കിലും ഈ റെഡ് ലൈനിനെ മാത്രം നോക്കിയേ, ഈ റെഡ് ലൈൻ ഈ ഒരു പൊസിഷനെ അബൌട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ മാത്രമേ നടത്തുന്നുള്ളൂ അല്ലെ? ഒരെൻഡിൽ നിന്ന് വേറെ എൻഡിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഈ ഒരു കറുപ്പ് ലൈൻ ഇങ്ങനെ നീങ്ങി ഇവിടെ വരെ എത്തുന്ന പോലെ നമുക്ക് തോന്നും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഓരോ പാർട്ടിക്കിളും എന്തേ ചെയ്യുന്നുള്ളൂ? ഒരു മീൻ പൊസിഷൻ അബൌട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ മാത്രമേ നടത്തുന്നുള്ളൂ. ഓക്കെ, ടു ആൻഡ് ഫ്രോ മോഷൻ മാത്രമേ
നടത്തുന്നുള്ളൂ. അപ്പൊ ഈ ഒരു പാർട്ടിക്കിൾ എങ്ങനെയാ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്നത്? വേവ് ഏത് ഡയറക്ഷനിലാണോ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിന് പാരലൽ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ലോങ്ങിറ്റ്യൂണൽ വേവിൽ പഠിച്ചൊരു കൺസെപ്റ്റ് ആയിരുന്നു എന്ത്? കംപ്രഷനും റെയർ ഫ്രാക്ഷനും അല്ലെ? അപ്പൊ ഇവിടെ നോക്കിയേ, ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? കംപ്രഷൻ ആണ്. ഈ ഒരു റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? റെയർ ഫ്രാക്ഷൻ ആണ്. ഇനി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് കംപ്രഷന്റെയോ അല്ലെങ്കിൽ രണ്ട് റെയർ ഫ്രാക്ഷന്റെയോ ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലോങ്ങിറ്റ്യൂണൽ വേവിന്റെ വേവ് ലെങ്ത് എന്ന് വിളിക്കുന്നത്. അപ്പൊ ലോങ്ങിറ്റ്യൂണൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്താവും? ഇവിടെ നോക്കിയ മക്കളെ, ഈ റെഡ് ലൈൻ ഉണ്ടല്ലോ, ഇതൊരു മീൻ പൊസിഷൻ അബൌട്ട് അല്ലേ ടു ആൻഡ് ഫ്രോ മോഷൻ നടത്തുന്നത്. അപ്പൊ ആ മീൻ പൊസിഷനിൽ നിന്ന് അതിന്റെ എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ദൂരാണ് എന്ത്? ലോങ്ങിറ്റ്യൂണൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, മീൻ പൊസിഷനിൽ നിന്ന് അതിന്റെ എക്സ്ട്രീം പൊസിഷനിലേക്കുള്ള ദൂരാണ് ലോങ്ങിറ്റ്യൂണൽ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ക്ലിയർ ആയല്ലോ ലോങ്ങിറ്റ്യൂണൽ വേവിനെ കുറിച്ചും ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് മീ യശാകി സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.